ഏവരെയും പുതിയ വാർത്തകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. രണ്ടാഴ്ചയേറെയിലായി യമനിൽ US ബോംബാക്രമണം നടത്തിയിട്ടും ഇസ്രായേലിനും ചെങ്കടലിലെ യുദ്ധക്കപ്പലുകൾക്കും നേരെയുള്ള ഹൂത്തികളുടെ ആക്രമണം അവസാനിപ്പിക്കുന്നതിൽ കാര്യമായ ഒരു പ്രയോജനവും ഉണ്ടാവാത്തതുകൊണ്ട് ഇറാനെ ആക്രമിക്കുക എന്ന തീരുമാനത്തിലേക്കാണ് ട്രംപ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് എന്നാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാന്റെ ആണവ പദ്ധതികളെക്കുറിച്ചും ഇറാനുമായുള്ള ട്രംപിന്റെ തർക്കങ്ങൾക്കിടയിൽ യുദ്ധ സാഹചര്യം ഉളവാക്കിക്കൊണ്ട് അമേരിക്ക കൂടുതൽ യുദ്ധവിമാനങ്ങൾ ഗൾഫ് മേഖലയിലേക്ക് വിന്യസിച്ചതായി US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് പറഞ്ഞതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 6 B-2 ബോംബർ വിമാനങ്ങൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഡീഗോ ഗാർസിയ ദ്വീപിലുള്ള US ബ്രിട്ടീഷ് സൈനിക താവളത്തിലേക്ക് മാറ്റിയതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. അമേരിക്കയുടെ ഏറ്റവും ഭാരമേറിയ ബോംബുകളും ആണവായുധങ്ങളും വഹിക്കാൻ സജ്ജമായ B-2 വിമാനങ്ങളെ മിഡിൽ ഈസ്റ്റിലെ ഏത് രാജ്യത്ത് പ്രവർത്തിക്കാൻ അനുവദിക്കും എന്ന കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമൊന്നുമായിട്ടില്ല. മിക്കവാറും സൗദിയിൽ തന്നെ ആയിരിക്കാനാണ് അത് സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെയാവും ട്രംപിന്റെ ആദ്യത്തെ വിദേശയാത്ര സൗദിയിലേക്കാണെന്ന് ഈയിടെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതൊരു പക്ഷേ അവർക്ക് ഇറാനെ ആക്രമിക്കാനുള്ള ഒരു സ്ഥലം തേടിയുള്ള ഒരു യാത്രയായിരിക്കും. ഇറാൻ അല്ലെങ്കിൽ അവരുടെ പ്രോക്സി സംഘടനകൾ മേഖലയിലെ അമേരിക്കൻ ഉദ്യോഗസ്ഥരെയും താൽപ്പര്യങ്ങളെയും നിരന്തരം ഭീഷണിപ്പെടുത്തുന്നതിനാൽ ഒരു നിർണായക നടപടിക്കാണ് അമേരിക്ക ഒരുങ്ങുന്നതെന്നാണ് പെന്റഗൺ പറയുന്നത്. മിഡിൽ ഈസ്റ്റിൽ ഇതിനകം തന്നെ 60,000-ത്തിലധികം സൈന്യത്തെ അമേരിക്ക വിന്യസിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഹാരി എസ് ട്രൂമാൻ, കാൾ വിൻസൺ എന്നീ 2 വിമാനവാഹിനി യുദ്ധക്കപ്പലുകളും ഈ ചെങ്കടലിലെത്തിയിട്ടുണ്ട്. എന്നാൽ കാലഹരണപ്പെട്ട അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളുടെയും ആയുധങ്ങളുടെയും കാര്യത്തിൽ സംശയം പ്രകടിപ്പിക്കുന്നവരാണ് ഏറെയും. കാരണം യമനിലെ ഹൂത്തികളുടെ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്താൻ B-2 ബോംബറുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും മിക്ക വിദഗ്ധരും പറയുന്നത് അവിടെ സ്റ്റെൽത്ത് ബോംബറുകൾ ഉപയോഗിച്ചിട്ട് പ്രയോജനമൊന്നുമില്ലെന്നും ലക്ഷ്യത്തിലേക്ക് ആഴത്തിലെത്താൻ ഈ ബോംബറുകളിൽ ഉപയോഗിക്കുന്ന മിസൈലുകൾക്ക് സാധിച്ചിട്ടില്ല എന്നുമാണ് അവർ അവകാശപ്പെടുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഈ ബോംബറുകൾ ഉപയോഗിച്ച് 150 കിലോമീറ്റർ ആഴത്തിലുള്ള ഇറാന്റെ ആയുധപ്പുരകളെയും ആണവ കേന്ദ്രങ്ങളെയും ആക്രമിച്ച് നശിപ്പിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല എന്നുള്ളതാണ് സത്യം. അമേരിക്കയുടെ കയ്യിലുള്ള ഏറ്റവും ശക്തിയേറിയ ബോംബ് 30,000 പൗണ്ട് ഭാരമുള്ള GBU-67 മാസീവ് ഓർഡിനൻസ് പെനട്രേറ്ററാണ്. ഇത് വഹിക്കാൻ B-2 ബോംബറുകൾ മാത്രമേ ഉള്ളൂ. എന്നാൽ ഈ ഡീഗോ ഗാർസിയ ദ്വീപും ഇറാനും തമ്മിലുള്ള അകലം ഏകദേശം 3000 മുതൽ 4000 കിലോമീറ്റർ വരെയാണ്. അമേരിക്കയുടെ യുദ്ധവിമാനങ്ങളും ആയുധങ്ങളും സംഭരിക്കുന്ന US സൈനിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഈ ദ്വീപ് തന്നെ ചുട്ടുകളയാൻ ഇറാന്റെ IRBM അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ബാലിസ്റ്റിക് വിഭാഗത്തിൽപ്പെട്ട മിസൈലുകൾക്ക് നിഷ്പ്രയാസം കഴിയും എന്നുള്ളതാണ് സത്യം. അതല്ലെങ്കിൽ റഷ്യയിൽ നിന്നുള്ള സറ്റാൻ, യാഴ്സെ, സിക്കിൾ, സർമാറ്റ് വിഭാഗത്തിൽപ്പെട്ട മിസൈലുകൾക്ക് വളരെ ഈസിയായി കഴിയും. ഇതിന്റെ ദൂരപരിധി 12,000 മുതൽ 18,000 കിലോമീറ്റർ വരെയാണെന്ന് ഓർക്കണം. തന്നെയുമല്ല, ഇതിനോട് അടുത്ത റേഞ്ചുള്ള ചൈനയുടെ മിസൈലുകളും ഇറാന്റെ കൈവശമുണ്ട് എന്ന് സംശയിക്കുന്നവരുണ്ട്. ആഗോള മിസൈൽ കൈമാറ്റ നിയമം അനുസരിച്ച് ഈ മിസൈലുകൾ വിൽക്കാൻ കഴിയില്ലെന്ന് പറയുന്നുണ്ടെങ്കിലും ചൈനയും റഷ്യയും ഇത് ഇറാന് നൽകിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകളുള്ളത്. വേണ്ടി വന്നാൽ 10,000 കിലോമീറ്റർ മിസൈൽ ദൂരമുള്ള അമേരിക്ക വരെ ആക്രമിക്കുമെന്ന് ഇറാൻ ഒരിക്കൽ പറഞ്ഞപ്പോൾ ഇറാന്റെ കയ്യിലുള്ള റഷ്യൻ, ചൈനീസ് മിസൈലുകളെ കുറിച്ച് വിദഗ്ധർ അന്നേ സംശയം പ്രകടിപ്പിച്ചതാണ്. തന്നെയുമല്ല, ഈ അടുത്ത കാലങ്ങളിലായി ചൈനീസ് അന്തർവാഹിനികൾ US നാവികസേനയുടെ വിമാനവാഹിനി കപ്പലുകളെ ട്രാക്ക് ചെയ്യുന്നതായി റിപ്പോർട്ടുകളുണ്ട്. നിങ്ങൾക്ക് പത്രം വായിച്ചുള്ള കാര്യം അറിയാൻ കഴിയും. എന്നാൽ 2026 ചൈന തൈവാനെ ആക്രമിക്കാൻ പദ്ധതി ഇട്ടിട്ടുണ്ട്. അതിന്റെ ഭാഗമാണ് ഈ നിരീക്ഷണം എന്ന് പറയുന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ ഈ നിരീക്ഷണം ഇറാനെ സഹായിക്കുവാനുള്ളതാണ് എന്ന രീതിയിലാണ് ചില വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ചൈനയുടെ DF-21D, DF-26B പോലുള്ള മിസൈലുകൾ ഉപയോഗിച്ച് ഏത് യുദ്ധക്കപ്പലുകളെയും നിഷ്പ്രയാസം തകർത്ത് കളയാൻ കഴിയും. ഈ മിസൈലുകളും ഇറാൻ കൈവശപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അമേരിക്കയുടെ കാര്യം ഇച്ചിരി കഷ്ടം തന്നെയാണ്. ഇത് കേൾക്കുമ്പോൾ എൻ്റെ ഈ വാർത്തകൾക്ക് കീഴിൽ വന്ന് എന്നെ തെറി വിളിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. അങ്ങനെ തെറി വിളിക്കുന്നത് അമേരിക്ക ആനയാണ്, ചേനയാണ് എന്ന് കരുതി തലയിലേറ്റി നടക്കുന്നവർക്ക് മുന്നിൽ ഞാൻ ഈ അവിശ്വസനീയമായ കാര്യങ്ങൾ പറയുന്നത് കൊണ്ടുള്ള ഒരുതരം മാനസിക സമ്മർദ്ദമാണ് അവരെന്നെ തെറി വിളിക്കാൻ കാരണമാകുന്നത്. സത്യത്തിൽ അമേരിക്ക പഴഞ്ചൻ ആയുധങ്ങൾ കൊണ്ടു നടന്ന് വീമ്പടിച്ചും ഭീഷണിപ്പെടുത്തിയും ദുർബല രാജ്യങ്ങൾക്ക് വിറ്റഴിച്ച് ചിലവ് നടത്തുന്ന ഒരു രാജ്യമാണ് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്.
അമേരിക്ക ശക്തമാണെങ്കിൽ അതിലും ടെക്നോളജിയിലും ശക്തിയിലും മുൻപന്തിയിലുള്ള രാജ്യങ്ങളാണ് റഷ്യയും ചൈനയും കൊറിയയും ഒക്കെ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇവരെല്ലാം ഇത്രയധികം ശക്തി ഉള്ളത് കൊണ്ടാണ് അമേരിക്കയ്ക്ക് ഉക്രൈനെ കൈവിടേണ്ടി വന്നത് എന്ന് നിങ്ങൾ ഓർക്കണം. തന്നെയുമല്ല, ഒരാഴ്ചത്തേക്ക് തുടങ്ങിയ ഗസ യുദ്ധം 1.5 കൊല്ലമായിട്ടും ഈ അമേരിക്കയ്ക്ക് ഇതുവരെ അവസാനിപ്പിക്കാൻ കഴിയുന്നില്ല. അമേരിക്കയാണല്ലോ ഇസ്രായേലിന് ആയുധങ്ങൾ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അമേരിക്കയ്ക്ക് അവസാനിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യങ്ങളിൽ ഒന്ന് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ഇസ്രായേൽ ഇപ്പോൾ വെറും ഒരു 0 രാജ്യമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവരുടെ വികസനം മുഴുവൻ തകർന്നു. രാജ്യം 50 കൊല്ലം കൊണ്ട് കൊടുത്തു തീർക്കാൻ കഴിയാത്തത്ര കടത്തിലാണ് ഇസ്രായേൽ ഇപ്പോഴുള്ളത്. കൂടാതെ അവരിപ്പോഴും അമേരിക്കയിൽ നിന്നും കിട്ടുന്നിടത്തുനിന്ന് എല്ലാവരും പൈസ കടം മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിടിച്ചേക്കാൻ മാർഗമില്ല. നാട്ടുകാർക്കൊന്നും ജോലിയില്ല, അവിടെ വ്യവസായങ്ങളില്ല, കയറ്റുമതിയില്ല, ഇറക്കുമതിയില്ല, ഒന്നുമില്ല. മാത്രം തകർന്ന് തരിപ്പണ അടിച്ചു കിടക്കുകയാണ്. ഇതിങ്ങനെ സംഭവിച്ചത് ഹൂത്തികൾ, ഹിസ്ബുള്ള, ഹമാസ് പോലെ 2-3 വെറും ചെറിയ സംഘടനകളുമായിട്ട് മാത്രം യുദ്ധം ചെയ്തിട്ടാണ് ഇസ്രായേലിന് ഈ ഗതികേട് വന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെയുള്ളപ്പോൾ റഷ്യയുടെയും ചൈനയുടെയും ഒക്കെ പിന്തുണയുള്ള ഇറാനെ ആക്രമിച്ച് എത്ര നാൾ ഈ അമേരിക്കയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും? ഗസയിൽ അമേരിക്കയുടെ കൈയായിട്ടാണ് ഈ ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നത് എന്ന് വേണം നമ്മൾ തിരിച്ചറിയാൻ. ശരിക്കും യുദ്ധം ചെയ്യുന്നത് അമേരിക്ക തന്നെയാണ്. അമേരിക്കൻ പട്ടാളക്കാർ വരെ അവിടെയുണ്ട്. അമേരിക്കൻ ആയുധങ്ങൾ വെച്ചാണ് ഇസ്രായേൽ അടിക്കുന്നത്. എന്നിട്ട് അവർക്ക് ഈ ഗസയെ പിടിച്ചെടുക്കാനോ അല്ലെങ്കിൽ അവരെ തോൽപ്പിക്കാനോ കഴിയാത്തിടത്ത് ഇനി ഇറാനുമായിട്ട് മുട്ടാൻ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നിങ്ങൾ ചിന്തിക്കണം. എന്നെ ക്രിസംഗികൾ തെറി വിളിക്കുന്നത് ഉള്ളിലെ വർഗീയത കൊണ്ട് മാത്രമാണെന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിയും. അവരുടെ ഉള്ളിൽ നിറയെ അസഹിഷ്ണുതയാണ്. അമേരിക്ക ഒരൽപ്പം പിന്നിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ പറയുന്നവരെ തെറി വിളിക്കുന്നതല്ലാതെ അതിൻ്റെ വാസ്തവം ഒന്ന് അന്വേഷിക്കാൻ അവർ തയ്യാറല്ല. അങ്ങനൊന്നും ഇല്ല കേട്ടോ എന്നവർ വെറുതെ അങ്ങ് പറയുകയാണ്, അല്ലെങ്കിൽ കുറെ തെറി വിളിക്കുകയാണ്. അതുകൊണ്ടെന്ത് പ്രയോജനിക്കുന്നു? യാഥാർത്ഥ്യമല്ലാതാവുന്നില്ല. ഇന്ന് ഞാൻ ഒരു വാർത്ത കണ്ട് ഒരുപാട് ചിരിച്ച്. സംഭവം എന്താ വെച്ചാൽ, ഈ വക്കഫ് വിഷയത്തിൽ KCBC അതുപോലെ ഏതൊരു സംഘടന അതിൻ്റെ തലപ്പത്തുള്ള ഒരുത്തനെ ഇരുന്നുകൊണ്ട് വലിയ പത്രക്കാരുടെ മുന്നിൽ നിന്ന് വലിയ വീം പഠിക്കുകയാണ്. പേരെന്താ, റോണിയോ അങ്ങനെ എന്തോ ഒരു പേരാ, ഞാൻ ഓർക്കുന്നില്ല. പുള്ളി പറയുന്നത് ഈ വഖഫ് നിയമത്തിൽ ഇന്ത്യ വിരുദ്ധമായ കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് അത് മാറ്റണം, അല്ലെങ്കിൽ വഖഫ് ബോർഡ് പിരിച്ചുവിടണം എന്നൊക്കെയാണ്. ഇത് കേട്ടത് പത്രക്കാർ ചോദിച്ചു, എന്താണ് ഈ വഖഫ് നിയമത്തിൽ ഇന്ത്യ വിരുദ്ധമായിട്ട് നിങ്ങൾ കണ്ടത് എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞ്, അതൊന്നും എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടൊന്നുമില്ല, പക്ഷേ അതിൽ ഇന്ത്യ വിരുദ്ധമായ കാര്യമുണ്ട്. ഇതാണ് നിലപാട്. ഒരു നേതാവായത് പറയുന്നത് ഓർക്കണം. അപ്പൊ ഈ നേതാവ് ഇങ്ങനെ പറയുമ്പോൾ അണികളുടെ അവസ്ഥ എത്ര ദുരന്തമായിരിക്കും ആലോചിക്കണം നമ്മൾ. ഇതാണ് ഇവന്മാർ. അപ്പൊ അവർ വന്ന് ഇങ്ങനെയുള്ള വീഡിയോയുടെ പുറകെ വന്ന് തെറി വിളിക്കാതിരുന്നില്ലെങ്കിൽ അത്ഭുതമല്ലേ ഉള്ളൂ. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഈ എമ്പുരാൻ സിനിമയുടെ കാര്യത്തിലുള്ള ഇവരുടെ ഈ ബിഷപ്പുമാരുടെയൊക്കെ ഈ പ്രതികരണം. അതായത് എമ്പുരാൻ സിനിമയെ സംഖ്യകളെല്ലാം കൂടി എതിർത്തുകൊണ്ട് ഈ മോഹൻലാൽ ഞാനൊരു മാപ്പൊക്കെ പറഞ്ഞൊരു ഇതൊക്കെ ഇട്ടിരുന്നു, ഒരു പോസ്റ്റൊക്കെ ചെയ്തിരുന്നത് നമ്മളെല്ലാം വായിച്ചതാണ്. അത് കേട്ടപ്പോൾ ഉടനെ ഈ ബിഷപ്പുമാർ, അവരുടെ ചില ആൾക്കാർ വലിയ തലപ്പത്തുള്ളവർ പറയുകയാണ്, അതെ, മോഹൻലാലും മാപ്പ് പറഞ്ഞപ്പോൾ അത് ക്രിസ്ത്യാനികളെ പരിഗണിച്ചില്ല, ക്രിസ്ത്യാനികളുടെ മതചിഹ്നങ്ങളൊക്കെ അതിർത്ത് ഉപയോഗിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവരെ പരിഗണിച്ചില്ല, ഭയങ്കര മോശമായിപ്പോയി. എന്തിനു പരിഗണിക്കണം? മതചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് പറഞ്ഞ് പരിഗണിക്കണോ? എന്തിനു പരിഗണിക്കുന്നത്? എല്ലാ മതചിഹ്നങ്ങളും സിനിമകളിൽ ഉപയോഗിക്കാറുണ്ട്. അതായത് ഇതിനകത്തുള്ള വിഷയം നമ്മളും വലിയ പുള്ളിയാണ്, ഞങ്ങളെയൊക്കെ അംഗീകരിക്കണം, ഞങ്ങളോടൊക്കെ മാപ്പ് പറയണം എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ ആര് കാര്യമാക്കുന്നു? ആരെങ്കിലും കാര്യമാക്കുന്നുണ്ടോ? ഇതിനകത്ത് വിഷയം വെച്ചാൽ ഈ പൊന്നെടുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്താണ് കാര്യം എന്ന് മറ്റുള്ളവരെ കൊണ്ട് ചോദിപ്പിക്കാനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവർ സംസാരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും രസം. ഈ സംഘികളുടെ രാഷ്ട്രീയമാണ് മുസ്ലിങ്ങളെ തെറി വിളിക്കുക എന്നുള്ളത്. കാരണം അവർക്ക് വടക്കേ ഇന്ത്യയിലൊക്കെ മുസ്ലിങ്ങളെ തെറി വിളിച്ചാൽ മാത്രമേ എങ്ങനെയെങ്കിലും പിടിച്ച് കയറിപ്പോയി ജയിക്കാനൊക്കെ പറ്റുള്ളൂ. അതിനുവേണ്ടിയാണ് അവരത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ട് കേരളത്തിലുള്ള ക്രിസ്ത്യാനികൾ ഈ സംഘികളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സകല കാണുന്നിടത്തും പോയി ഇടപെടുക, വേണ്ടതിലും വേണ്ടാത്തതിലെല്ലാം പോയി ഇടപെട്ടിട്ട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് അവസാനം നാണം കേട്ട് അവിടുന്ന് ആൾക്കാരുടെ തെറിയും കേട്ടിട്ട് കാസെ പോയിരുന്നിട്ടാണ് ഈ വിഷമെല്ലാം തീർക്കുന്നത്. അവിടെ പോയിരുന്നു പോസ്റ്റ് ഇട്ട് കരഞ്ഞ് വിളിച്ച് അവിടെ ഇതുപോലത്തെ കുറേ ആൾക്കാർ ഇരിപ്പുണ്ട്. അപ്പം അവരവിടെ ഒന്ന് താഴെ വന്ന് കുറേ മുസ്ലിങ്ങളെ തെറി സുഡാപ്പി എന്ന് അവരെ വിളിക്കുന്ന പൊതുവെ മുസ്ലിങ്ങളല്ല. ഈ സുഡാപ്പി എന്ന് പറയുന്നത് തന്നെ ഒരു രാഷ്ട്രീയ സംഘടനയാണ്. ഇപ്പോൾ ഒരു കോൺഗ്രസ്സുകാരെന്ന് വിളിക്കുന്ന പോലെയോ അതല്ലെങ്കിൽ ഒരു LDF വിളിക്കുന്ന പോലെ BJP എന്ന് വിളിക്കുന്ന പോലെ തന്നെയുള്ള സുഡാപ്പി എന്ന് വിളിക്കുന്നത്. ഇപ്പം സുഡാപ്പി അല്ലെങ്കിൽ SDP എന്ന രാഷ്ട്രീയ സംഘടനയിൽ പ്രവർത്തിക്കാത്ത ഒരാളെ സുഡാപ്പി എന്ന് വിളിക്കുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? സുഡാപ്പി എന്നുള്ള ഒരു മുസ്ലിം പേരുമല്ല.
അതൊരു രാഷ്ട്രീയ സംഘടനയുടെ പേര്. അത് വിരിച്ചു വിട്ടാൽ തീരുന്ന കേസേ ഉള്ളൂ. അതല്ലെങ്കിൽ അവർ പേര് മാറ്റിയിട്ട് വേറെ സുഡാപ്പി കോൺഗ്രസ് എന്ന് വിടഞ്ഞു കഴിഞ്ഞാൽ സുഡാപ്പി എന്ന് വിളിക്കാൻ പറ്റുമോ പിന്നെ? അപ്പം അത്രയും പോലും ബോധമില്ലെന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും രസം. സുഡാപ്പി വലിയൊരു പരിഹാസ പേരായിട്ടാണ് ഇവർ കാണുന്നത്. സത്യത്തിൽ രാഷ്ട്രീയ പാർട്ടിയുടെ പേര് തന്നെയാണത്. കേരള കോൺഗ്രസ് ഒരുത്തനെ വിളിച്ചു കഴിഞ്ഞാൽ വലിയ നാണക്കേടായ പേരാണോ? അല്ലല്ലോ. കോൺഗ്രസ്, LDF, BJP അല്ലെങ്കിൽ RSP ഇങ്ങനെയൊക്കെ വിളിക്കുന്നത് വലിയ നാണക്കേടാണെന്ന് പോലെയാണ്. SDPI എന്ന് വിളിച്ചാൽ അല്ലെങ്കിൽ സുഡാപ്പി എന്ന് വിളിച്ചാൽ പറഞ്ഞാൽ ഭയങ്കര മുസ്ലിങ്ങളെല്ലാം ഇങ്ങനെ നാണം കെട്ട് തൊലി ഉരിഞ്ഞു പോയി അല്ലെങ്കിൽ തുണിയില്ലാതെ റോഡിലായി പോകും എന്നാണ് ഇവരൊക്കെ ധരിച്ചിരിക്കുന്നത്. എന്ത് കാര്യം? SDPയിൽ ഒരുത്തം പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അവനെ സംബന്ധിച്ച് SDPക്കാരെന്ന് വിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അതല്ലെങ്കിൽ ഒരു മുസ്ലിം ലീഗുകാരനെ കണ്ടിട്ട് സുഡാപ്പി എന്ന് വിളിച്ചാൽ അയാൾ ഉടനെ തന്നെ സുഡാപ്പിയായി മാറുമോ? ഇല്ലല്ലോ. അയാൾ ലീഗുകാരനല്ലേ. ഇത്രയല്ലേ ഉള്ള കാര്യമുള്ളൂ. അപ്പോൾ ആ ഒരു തിരിച്ചറിവ് പോലും ഇവർക്കില്ല എന്നുള്ളതാണ് ഏറ്റവും രസം. അത്രയും ബോധം ഇത് നിങ്ങൾക്ക് ഉള്ളൂ. ഇത് ഞാൻ പറയണ്ടെന്ന് വെക്കുന്നതാണ്. പക്ഷെ ചില കമൻറ്റുകളൊക്കെയാണ് നമ്മൾ പറയുന്നത് കേട്ടോ. എന്നെ സംബന്ധിച്ച് അമേരിക്കയെന്നോ പലസ്തീനെന്നോ ഇറാനെന്നോ ഇറാഖെന്നോ അല്ലെങ്കിൽ ഇസ്രയേലെന്നോ അങ്ങനൊന്നുമില്ല. അങ്ങനെ ആരോടും എനിക്ക് പ്രത്യേകിച്ച് ആയൊന്നുമില്ല. കാരണം ഇവരാരും എൻ്റെ കുടുംബക്കാരോ ബന്ധുക്കാരൊന്നുമല്ല. ഞാൻ പല വീഡിയോകളിൽ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയല്ല, ഞാൻ പറയുന്ന വാർത്തകൾ ഞാൻ തെളിവിനായിട്ട് സ്ക്രീൻഷോട്ടുകളും ചിത്രങ്ങളും ഞാൻ ഇടാറുമുണ്ട്. കാരണം എനിക്ക് തള്ളിമറിക്കുന്നതൊന്നും വലിയ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. എന്തിന്? എനിക്ക് അമേരിക്ക അല്ലെങ്കിൽ ഇറാൻ അങ്ങനെ കൊമ്പത്താണെന്ന് പറയാൻ എനിക്ക് വല്ല ഗുണമുണ്ടോ? ഇല്ലല്ലോ. പക്ഷെ അത് നമ്മളൊരു സത്യസന്ധമായി വാർത്ത പറയുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഞാൻ ഈ തെളിവ് സഹിതം ഇടുന്നത്. അത് കണ്ടിട്ട് പോലും ഇങ്ങനൊന്നും ഇല്ല എന്ന് പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ഇതിനകത്ത് കുഴപ്പമെന്ന് വെച്ചാൽ ഇവർ ദീപിക മാത്രം വായിക്കുന്നതുകൊണ്ടാണ് തകരാറ്. ദീപികയിൽ ഈ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ദീപിക വായിക്കുമ്പോൾ ഇത് കിട്ടത്തില്ല. അവർക്കതെല്ലാം മറ്റുള്ള കേൾക്കുന്നതെല്ലാം ചുമ്മാ എന്നൊരു തോന്നുകയാണ്. ഇതാണ് അതിനകത്തുള്ള പിന്നിലെ പ്രധാന കാരണം. അതുമാത്രമല്ല, ഈ ചെങ്കടലിൽ കിടക്കുന്ന അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്ക് കിട്ടുന്ന ഹൂത്തികളിൽ നിന്നുള്ള അടിയും അത് തീ പിടിക്കുന്നതൊക്കെ വീഡിയോകളുണ്ട്. അത് നമുക്കൊന്നും ഇവിടെ ഇടാൻ കഴിയില്ല. കാരണം യൂട്യൂബ് അനുവദിക്കില്ല. അവരത് കട്ട് ചെയ്ത് കളയും. നമുക്ക് സ്ട്രൈക്ക് വരും. അതുകൊണ്ടാണ് വീഡിയോസ് ഇടാത്തത്. ഈ ചിത്രങ്ങൾ മാത്രം, സ്ക്രീൻഷോട്ടുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതുന്നുണ്ട്. അല്ലെങ്കിൽ വീഡിയോ തന്നെ നിങ്ങൾക്ക് അതിലോട്ട് ഇട്ട് വരും. ഇത് മാത്രമാണോ? ഇസ്രായേലി നഗരങ്ങളൊക്കെ നിന്ന് കത്തുന്നതും ആൾക്കാർ ഓടി രക്ഷപ്പെടുന്നതും അല്ലെങ്കിൽ അവിടെ പരിക്ക് പറ്റുന്നതൊക്കെ ഒരുപാട് വീഡിയോകളുണ്ട്. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. അതൊന്നും നമുക്ക് ഇടാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഈ ചോര അല്ലെങ്കിൽ അതുപോലെ ഇവിടുത്തെ ഇങ്ങനത്തെ കേസുകളൊന്നും യൂട്യൂബ് ഒരിക്കലും അനുവദിക്കില്ല എന്നുള്ളതാണ് രസം. അങ്ങനത്തെ വീഡിയോകളൊന്നും ഇടാൻ പാടില്ല. ചിത്രങ്ങൾ പോലും ഇടാൻ പറ്റില്ല. പലപ്പോഴും നമ്മൾ വീഡിയോ ഇടുമ്പോൾ ആഡ് സ്യൂട്ടബിലിറ്റി എന്നൊക്കെ പറഞ്ഞ് കാണിച്ച് നമുക്ക് ഇങ്ങനെ അവർ വാൺ ചെയ്യാറുണ്ട്. അപ്പോൾ ആ വീഡിയോകളെല്ലാം നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ട് വീണ്ടും റീ എഡിറ്റ് ചെയ്തൊക്കെയാണ് ചിലപ്പോൾ വരുന്നത്. ചിലപ്പോൾ താമസിക്കുന്നതൊക്കെ അതുകൊണ്ടാണ്. പല പ്രാവശ്യമൊക്കെ നമ്മൾ റീ എഡിറ്റ് ചെയ്യുക. നമ്മൾ എഡിറ്റ് ചെയ്താലും വീണ്ടും ഒരു കാണിക്കും ഇത് തന്നെ. വീണ്ടും നമ്മൾ എന്താണെന്നാലും തപ്പി അങ്ങനെയൊക്കെയാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും സത്യസന്ധമായ രീതിയിൽ നിങ്ങളെ വിശ്വസിപ്പിച്ചുകൊണ്ട് തന്നെ വാർത്തകൾ ഇടാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളും അവരുടെ ആയുധങ്ങളും ഒക്കെ ഒരുപാടുണ്ട് വീഡിയോസ്. പക്ഷെ ഒന്നും നമുക്കിവിടെ പ്രദർശിപ്പിക്കാൻ പറ്റില്ല. അത് യൂട്യൂബ് അനുവദിക്കില്ല. അത് തന്നെയാണ് കാര്യം. സത്യത്തിൽ ഇറാൻ്റെ ആയുധശേഷി എന്ന് പറയുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിൻ്റെയൊക്കെ അപ്പുറമാണുള്ളത്. ഈ ഉപരോധത്തിലുള്ളത് കൊണ്ട് അവർക്ക് ആ ഒരു നിലപാട് സ്വീകരിച്ചേ പറ്റുള്ളൂ. അവർക്ക് ആയുധങ്ങൾ ശേഖരിച്ചേ പറ്റുള്ളൂ. എന്നും അമേരിക്കയുടെ ഉപരോധം ഇറാൻ്റെ മേലെ നിലനിൽക്കുന്നതാണ്. തന്നെയുമല്ല, ലോകത്തിൽ ഏറ്റവും കുറച്ച് എണ്ണ വിൽക്കുന്ന രാജ്യവും ഇറാനാണ്. അതിൻ്റെ കാരണം ഉപരോധം തന്നെയാണ്. ഈ ഒരു അവസരം മുതലെടുക്കുന്നത് ചൈനയും ഇന്ത്യയും മാത്രമാണ്. നമ്മുടെ ഇന്ത്യയും ചൈനയും വളരെ രഹസ്യമായി തന്നെ ഇറാനിൽ നിന്നും എണ്ണ ഇങ്ങനെ വാങ്ങിക്കൂട്ടുകയാണ് ചെറിയ വിലയ്ക്ക്. എന്നാൽ ഈ കിട്ടുന്ന പണം മുഴുവൻ ഇറാൻ ഉപയോഗിക്കുന്നത് ആയുധങ്ങൾ വാങ്ങിക്കൂട്ടാനാണ്. അപ്പോൾ പിന്നെ എങ്ങനെ അവരുടെ ആയുധങ്ങൾ ഇല്ലാതിരിക്കും? അതുകൊണ്ടാണ് ഇറാനെ പെട്ടെന്നൊന്നും അമേരിക്കയ്ക്ക് ആക്രമിക്കാൻ കഴിയില്ല എന്ന് പറയേണ്ടി വരുന്നത്. സത്യത്തിൽ സദാം ഹുസൈനെ മാത്രം കൊല്ലാൻ കഴിഞ്ഞെന്നല്ലാതെ ഈ ഇറാഖോ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനോ സിറിയയോ തുർക്കിയോ അങ്ങനെ എവിടെയെങ്കിലും ഗസ പോലും പിടിച്ചെടുക്കാൻ അമേരിക്കയ്ക്ക് ഇന്നേവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ ഇങ്ങനെ അമേരിക്ക ശക്തമാണെന്ന് പറയാൻ കഴിയും? യുദ്ധം ചെയ്തിടത്തെല്ലാം അമേരിക്ക അവസാനം ഇട്ടിട്ട് പോവുകയാണ് ചെയ്തിരിക്കുന്നത്. അതിന് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഈ മാർക്കറ്റിൽ കിടന്ന് ഒരുത്താൻ തല്ലുകൂടിയിട്ട് കുറേ തല്ല് കൊടുക്കുകയും അതുപോലെ കുറേ തല്ല് ഇങ്ങോട്ട് ആവശ്യത്തിലധികം മേടിച്ച് ഉടുപ്പും കീറി വീട്ടിൽ പോയിട്ട് ഞാൻ മാർക്കറ്റിലുള്ളവരെല്ലാം തല്ലി ഒതുക്കിയ ഒരു യോദ്ധാവാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും അംഗീകരിക്കൂ? അങ്ങനെയുള്ളവന് ഞാൻ ചെല്ലുന്നിടത്തൊക്കെ തല്ലുണ്ടാക്കുന്നവനാണ് എന്ന് മാത്രം പറയാൻ കഴിയും. ഇക്കാര്യം പറഞ്ഞ് വല്ല പാവപ്പെട്ട പട്ടിണി കിടക്കുന്ന വല്ല എല്ലുന്തിയവനെയും പേടിപ്പിച്ച് നിർത്താമെന്നല്ലാതെ ഒരു യോദ്ധാവാണെന്ന് ഇത്തരക്കാരെ ആരും അംഗീകരിക്കില്ല. അത് തന്നെയല്ലേ അമേരിക്കയ്ക്ക് സംഭവിച്ചിരിക്കുന്നത്. അമേരിക്ക ചെന്നിടത്തെല്ലാം കുറേ യുദ്ധം ചെയ്യും, കുറേ ആയുധം നഷ്ടപ്പെടും, കുറേ പട്ടാളക്കാരെ കൊല്ലും, എല്ലാം കഴിഞ്ഞ് അവസാനം ഉടുപ്പും കൂറി അമേരിക്കയ്ക്ക് പോയിട്ട് ഇപ്പുറത്തിരുന്ന് അടിച്ചിറക്കുകയാണ് ഞങ്ങൾ ഭയങ്കരമായി വിജയിച്ചു. അതിങ്ങനെ പറ്റുന്നേ?
ഇപ്പോഴും അഫ്ഗാനിസ്ഥാനും ഇറാഖും ഒക്കെ അതേ സ്ഥലത്ത് നിൽക്കുകയാണ്. ഇറാനെ ആക്രമിക്കുക എന്നുള്ളത് ഈ ട്രംപിനെ സംബന്ധിച്ച് ഇപ്പോൾ പ്രസ്റ്റീജ് ഇഷ്യൂ തന്നെയായിട്ട് മാറിയിരിക്കുകയാണ്. എന്നാൽ ഒരു യുദ്ധം അമേരിക്ക എവിടെ എത്തിക്കും എന്ന് നമുക്ക് പിന്നീട് കണ്ടറിയാനേ കഴിയും. കുറേ ആളും ആയുധമൊക്കെ നഷ്ടപ്പെടുത്തി തിരികെ പോകാം, അത്ര തന്നെ, അല്ല വേറെന്താ സംഭവിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.